കൊടും ഭീകരന്മാരായ ഹാഫിസ് സയ്യിദും മസൂദ് അസ്റും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാരണം ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന് നേരെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയതും. ഇന്ത്യയെ തൊട്ടാൽ പ്രത്യാഘാതം ചെറുതാകില്ല എന്നതാണ് ഈ പ്രത്യാക്രമണം കൊണ്ട് തെളിയിച്ചതും. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഭീകരർ കുടുംബത്തിലെ 14 പേർ കൊല്ലപ്പെട്ടു എന്നതാണ്. ഇതിൽ മസൂദിന്റെ ഭാര്യ, മകൻ, സഹോദരൻ എന്നിവർ ഉൾപ്പെടുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മസൂദ് അസറിന്റെ സഹോദരന്റെ മകനും ഇന്ത്യ തിരയുന്ന കൊടും ഭീകരനുമായ റൌഫ് അക്നിന്റെ മകനുമായ ഹുസൈഫും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ റൌഫ് അക്നിന്റെ സഹോദരന്റെ ഭാര്യയുടെ മരണവാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ബഹൽപൂരിലെ മസൂദ് അസറിന്റെ ആസ്ഥാനവും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു. അതേപോലെ തന്നെ ആക്രമണത്തിൽ അതിന്റെ ആസ്ഥാനവും മദ്രസയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 50 ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെടുകയും മാത്രമല്ല മുർത്തികയിലെ ഒരു ലഷ്കർ ഒളിത്താവളവും ഇന്ത്യ നശിപ്പിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ലഷ്കറിന്റെയും ജെയ്ഷയുടെയും നിരവധി ഉന്നത കമാൻഡർമാർ അടക്കമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ മസൂദ് അസ്റും ഹാഫിസ് സയ്യിദും കൊല്ലപ്പെട്ടു എന്നതാണ് പാക് മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ. അതേസമയം ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് സാധാരണക്കാരായ ജനങ്ങളും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു. എന്നാൽ 9 ഇടങ്ങളിലും ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത് എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നതും. മാത്രമല്ല 70-ലധികം ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനവും ഭീകരർ ഹാഫിസ് സയ്യിദിന്റെ അതുപോലെ തന്നെ ആ താവളങ്ങളെല്ലാം തന്നെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി തകർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. 26/11 മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയുടെ കേന്ദ്രമായി കരുതപ്പെടുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായ ആക്രമണം നടത്തിയതിന്റെ ഉത്തമ ഉദാഹരണം കൂടെയാണിത്. ഈ ഇടത്താവളത്തിന്റെ ആ ഒരു നാശത്തിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ വീഡിയോയിൽ സാധാരണക്കാർ തകർന്ന വസതിയുടെ ചിത്രങ്ങൾ എടുക്കുകയും വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് കാണാം. ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ട 9 സ്ഥലങ്ങളിൽ ബഹൻപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനവും അതുപോലെ തന്നെ മുരിഡ്കോയിലെ ലഷ്കർ-ഇ-തോയ്ബ ആസ്ഥാനവും ഉൾപ്പെട്ടതായി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവ രണ്ടും പാകിസ്ഥാനിലെ പഞ്ചാബിലാണുള്ളത്. ഹാഫിസ് സയ്യിദിന്റെ താവളം ലാഹോറിൽ നിന്ന് അല്പം അകലെയുള്ള മറ്റൊരു സ്ഥലത്താണ്. അതേസമയം ബഹൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ശക്തി കേന്ദ്രം കൂടിയാണ്. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ കാശ്മീർ അതിർത്തിയിലെ 7 ഇടങ്ങളിൽ ഇന്ത്യ പാക് സേനകൾ തമ്മിൽ കനത്ത വെടിവെപ്പ് നടക്കുകയും ചെയ്തു. അതിർത്തി ജില്ലയായ പൂച്ചിൽ പാക് ഷെല്ലുകളിൽ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മരിച്ചവരിൽ ഒരു സ്ത്രീയും 2 കുട്ടിയും ഉണ്ട്. അതുപോലെ തന്നെ ഉറിയിൽ 2 വീടുകൾ തീപിടിക്കുകയും ചെയ്തു. 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പിന്നാലെ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ 3 പാക് സൈനികരെ വധിക്കുകയും ചെയ്തു. പൂഞ്ചിലും രജൌരിയിലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈനിക പോസ്റ്റുകൾ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നതും. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പൂഞ്ച് ജില്ലയിലാണ് 7 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ തന്നെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ സ്കൂളുകളും കോളേജുകളും അവധി പ്രഖ്യാപിച്ചു. രാജസ്ഥാനിലെ ജസ്മോറയിൽ അമൃത്സറിലും സ്കൂളുകളും കോളേജുകളും അടച്ചിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ UP പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളും ഏകോപിപ്പിക്കുവാനും സുപ്രധാന സ്ഥാനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുവാനും നിർദ്ദേശം നൽകിയതായും UP DGP അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.